കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പാൻഡമിക്കിൻ്റെ മഹാമാരിയുടെയും മഹാവ്യാധിയുടെയും സാഹചര്യത്തിലും കർത്താവ് നമ്മളെ ഇത്രയും ആരോഗ്യത്തോടും ജീവനോടെയും ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ രോഗം പിടിപെട്ട് കഷ്ടമനുഭവിക്കുന്നവരും മരണം വഴിയായി നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടവരുമായ പ്രിയപ്പെട്ടവർ അനേകരുണ്ട്. ഈ രോഗത്തിൽ നിന്ന് മോചനം പ്രാപിച്ച പ്രിയപ്പെട്ടവർ അനേകരുണ്ട്. കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിക്കുന്നത് അവരാരേക്കാളും നമ്മളാരും മെച്ചപ്പെട്ടവരായതുകൊണ്ടല്ല. ഈ കാലഘട്ടം, ഈ ജീവിതം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ അവസരം അതിനായി പ്രയോജനപ്പെടുത്തുവാൻ സമയം അല്പം കൂടി ദീർഘിപ്പിച്ച് തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും നിത്യതയ്ക്കായുള്ള ഒരുക്കത്തിനുള്ള സുവർണാവസരമെന്ന് ബോധ്യപ്പെട്ട് അതിനുള്ളൊരു സമർപ്പണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. കൂടുതൽ ഭൗമിക ചുമതലകൾ നിർവഹിക്കുവാനോ, കൂടുതൽ പണം സമ്പാദിക്കുവാനോ, കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനോ അതിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരം എന്നുള്ളത് ഓർത്ത് അതിനായി നമ്മൾ ഉത്സാഹിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകണം. ഒരു ട്രെയിൻ യാത്ര പോകുമ്പോൾ, പല ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ ആ യാത്രയിലായിരിക്കുന്ന യാത്രക്കാർ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കും. അവർ ചിലപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുമായി സ്വൈര്യ സല്ലാപത്തിൽ ഏർപ്പെട്ടെന്ന് വരും. അവർ മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെട്ടെന്ന് വരാം, വിനോദങ്ങളിൽ ഏർപ്പെട്ടെന്ന് വരാം. പക്ഷേ അവരുടെ ലക്ഷ്യം അവരെത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ സകല കാര്യങ്ങളും. ഇതുപോലെ നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നമ്മുടെ ഭൗമിക ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൗമിക ജീവിതത്തിൽ കൂടുതൽ സുഖകരമായ ജീവിതം നയിക്കുന്നതിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള അവസരമായി മാത്രം നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ കാണരുത്. നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനായി നാം ഉത്സാഹിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തങ്ങളുടെ നിസ്സഹായതയെ ദൈവസന്നിധിയിൽ അംഗീകരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം, വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി, ഇതെല്ലാം മനുഷ്യനെ ഒരു വക ഊറ്റം കൊള്ളിക്കുകയായിരുന്നു. മനുഷ്യൻ നിലവിട്ട് പെരുമാറുകയായിരുന്നു. തങ്ങൾ എന്ത് നേടി എന്നുള്ള ഒരു ഭാവമായിരുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മനുഷ്യന് അവസരമില്ലാതെ അവർ തങ്ങളുടെ ലൗകിക ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ പടയ്ക്ക് പുറപ്പെട്ട പടക്കുതിരയെ പോലെ പലായനം ചെയ്യുകയായിരുന്നു. ജഡിക സുഖങ്ങളും സാമൂഹിക ഉല്ലാസങ്ങളും ഇതെല്ലാമായിരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഹരം. എന്നാൽ അതിനെക്കുറിച്ചെല്ലാം ഒന്ന് വിലയിരുത്തി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, മരണമൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിഴലിടുമ്പോൾ അതിനപ്പുറത്തുള്ളൊരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുമ്പോൾ ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരമായി നാം ജീവിതത്തെ കാണണം. ദൈവം മനുഷ്യനെ തോണ്ടി വിളിച്ച് തന്നിലേക്ക് തിരിക്കുന്ന ഒരവസരമായി ഈ മഹാവ്യാധിയെ നമ്മൾ കാണണം. നാം ദൈവം മുമ്പിൽ നെടുമ്പാട് വീഴണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കരുണ കാണിക്കും. അതിന് രണ്ട് പക്ഷമില്ല. പ്രിയമുള്ളവരെ, ദൈവോന്മുഖമായി ആത്മീയതയിലേക്ക്, പരസ്പരം സഹായിക്കുന്നതിലേക്ക്, ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നതിലേക്ക് നമുക്ക് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താം. കർത്താവ് എന്നുള്ള കൃപ നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം റോമാലേഖനം 13-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. 13-ാമത്തെ അധ്യായത്തിൽ സ്വർഗീയ പൗരന്മാരായ നാം ഈ രാജ്യത്തിലെയും പൗരന്മാരാണ്. അവിടെ സ്വർഗീയ പൗരന്മാർ എന്ന നിലയിൽ ഈ രാജ്യത്തെ നിയമങ്ങളോടും അധികാരികളോടുമുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്വർഗീയ പൗരത്വം അതാണ് ഒന്നാം സ്ഥാനമെങ്കിലും നാം വളരെ വിശ്വസ്തരായ മാതൃകാ പൗരന്മാരായി നമ്മുടെ ഈ രാജ്യത്തും നമ്മുടെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചിന്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മാത്രമല്ല രാഷ്ട്രത്തോട് നമ്മുടെ ബന്ധം കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തോട് നമ്മുടെ ബന്ധമാണ്.
കൂട്ടു സഹോദരങ്ങളോടുള്ള നമ്മളുടെ ബന്ധം, മാത്രമല്ല പൊതുസമൂഹത്തോടുള്ള നമ്മളുടെ ബന്ധം, അത് സ്നേഹമസൃണമായിരിക്കണം. കൂട്ടുകാരനെ അവനവനെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നെപ്പോലെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞാൻ നിവർത്തിച്ചത് തുല്യമാകും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. നമുക്കാർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നതല്ല. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. പരസ്പരം താങ്ങിയും സഹായിച്ചും മാത്രമേ മനുഷ്യൻ മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് എന്ന് പറഞ്ഞ് അവന് ഇന്നത്തേതിന് കൊടുക്കാതെ എൻ്റെ നാളത്തേക്ക് വേണ്ടി ഞാൻ സ്വരൂപിച്ച് വെക്കുമ്പോൾ ഞാൻ അന്യായം ചെയ്യുന്നു. അതുകൊണ്ട് പങ്കിടൽ, പരസ്പരം കരുതൽ, ഈ ലോകത്തിൽ വാരിക്കൂട്ടുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ അർത്ഥശൂന്യത, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇതിൽ പരമൊരവസരം ദൈവം നമുക്ക് ഒരുക്കുവാനില്ലല്ലോ സഹോദരങ്ങളെ. നമുക്ക് ആ മാറ്റം വരണം. അതാണ് സാമൂഹ്യ ജീവിതത്തിലെ പരസ്പര ബന്ധങ്ങളാണ് രണ്ടാമത് പറഞ്ഞത്. അടുത്തത് അവസാന ഭാഗത്ത് അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്നത്, നാം ഇത് ചെയ്യേണ്ടത് എന്തുകൊണ്ട്? ഇത് ചെയ്യേണ്ടത് നാം ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ സമയത്തെ അറിയയാൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലോകം ഒരന്ധകാരത്തിലൂടെ പോവുകയാണ്. ഈ അന്ധകാരത്തിലൂടെ പോകുന്ന ഈ ലോകം ഉറക്കത്തിലാണ്. യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുവാൻ അവസരമില്ല. ഒരുറക്കമാണ്. ഉറങ്ങുന്ന ഒരു വ്യക്തി തൻ്റെ പരിസരത്തെക്കുറിച്ചൊന്നും ഓർമ്മയില്ല. ഡീപ്പ് സ്ലീപ്പാണെങ്കിൽ പരിസരത്തെക്കുറിച്ച് ബോധമില്ല. അത് എവിടെയാണെന്ന് പോലും ചിലപ്പം ബോധമില്ലാതെ അവൻ ഉറങ്ങിയെന്ന് വരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ലോകം ഒരു ഗാഢനിദ്രയിലാണ്. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ അവന് മനസ്സില്ല. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവൻ അവസരമെടുക്കുന്നില്ല. താൻ ആരാണെന്നും എന്തിനിവിടെ ആയിരിക്കുന്നുവെന്നും ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും അതിനുവേണ്ടി താൻ എന്ത് ചെയ്യണമെന്നുമുള്ളത് ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ അവസരമെടുക്കുന്നില്ല. നോക്കണേ, അന്ധത ബാധിച്ചതുപോലെ യാഥാർത്ഥ്യങ്ങളെ നേരെ ബോധപൂർവം കണ്ണടയ്ക്കുന്ന ഒരു ദുസ്ഥിതിയല്ലേ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുവരുന്നത്. അതേ, ലോകം ഒരു അന്ധകാരത്തിലൂടെ കടന്നു പോകുന്നു. എല്ലാ അർത്ഥത്തിലും അധർമ്മം ഒരു ഭാഗത്ത് അധികരിക്കുന്നു. അക്രമവും സ്വജനപക്ഷപാതവും എന്ന് വേണ്ട വൈരാഗ്യ ബുദ്ധിയും മറ്റുള്ളവൻ്റെ വേദന സഹതാപത്തോടെ കാണാൻ കഴിയാത്ത ഹൃദയ കാഠിന്യവും ഇതെല്ലാം ഒരു ഭാഗത്ത്, തങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ മനസ്സില്ലാത്ത ആ ഗാഢനിദ്രയുടെ അവസ്ഥ മറുഭാഗത്ത്, ഇങ്ങനെ മനുഷ്യജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം ഒരു അന്ധകാരത്തിൽ, ഒരു ഇരുളിലാണ്. എന്നാൽ ഒരു പ്രഭാതം വരുന്നു. ഉറക്കത്തിൽ നിന്ന് എല്ലാവരും ഉണരുന്ന ഒരു ദിവസം വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവനിഷേധികളായ ആളുകളൊക്കെ അവർ ദൈവമില്ല എന്നൊക്കെ പറയുന്നവരും ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവരും അങ്ങനെ പുസ്തകങ്ങൾ എഴുതിവരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരാരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഞരക്കമുണ്ടാകാറുണ്ട്. മരിച്ച അടുത്ത നിമിഷം അവർ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയാണ്. അയ്യോ, മരണാനന്തരം ഒരു ജീവിതമുണ്ടല്ലോ. ഇതാ ഞാൻ ലൗകിക ജീവിതത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. എന്നെക്കാൾ ശക്തനായ, എന്നെ സൃഷ്ടിച്ച, എൻ്റെ മേൽ അധികാരമുള്ള, എന്നെ കരുതുന്ന, അതേസമയം നീതിമാനായ ഒരു ദൈവമുണ്ട്. ആത്മലോകത്തേക്ക് കടക്കുമ്പോൾ അവൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ഉറക്കമുണർന്നതുപോലെ. നോക്കണേ, ആ ഉറക്കമുണരുക ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മരിക്കുമ്പോൾ തന്നെ അവനെ ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഉണർച്ച അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഉണർച്ചയാണ്. അത് കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിലെ ഉയിർത്തെഴുന്നേൽപ്പാണ്. അതെ, മരണത്തെ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന നിദ്ര എന്നാണ്. ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ നമ്മൾ ഉണരുന്ന ഒരു ദിവസമുണ്ട്. അത് കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കിലാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിൽ അല്ലാതെ പാപത്തിൽ മരിച്ചവർ പിന്നെയും 1007 കൊല്ലം കൂടെ കഴിഞ്ഞേ അവർ ഉയിർക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതെ, ഉറക്കമുണരുന്ന ഒരു നാഴിക വരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം സമയത്തെ അറിയുന്നവരാണ്, നാം കാവൽക്കാരാണ്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ.
സമയം എത്രയായി, കാലം എത്രയായി എന്നുള്ളത് സമൂഹത്തോട് വിളിച്ചു പറയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മെ ദേശത്തിൻ്റെ കാവൽക്കാരായി നിയമിച്ചിരിക്കുകയാണ്. അടുത്ത ഭാഗം ശ്രദ്ധിച്ചാട്ട് 11-ാമത്തെ വാക്യത്തിൽ തന്നെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടില്ലേ? വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു. പിന്നെ രക്ഷ അടുത്തിരിക്കുന്നു എന്നിപ്പോൾ പറയുന്നത് എന്താണ്? അതാണ് വിശുദ്ധ തിരുവെഴുത്ത് രക്ഷയുടെ 3 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദൈവിക ബന്ധത്തിലും പാപബോധം ഒഴിഞ്ഞ് കുറ്റബോധത്തിൽ നിന്ന് മോചിതരായി ദൈവത്തോടുള്ള ബന്ധത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന, സ്വൈര്യമായി ജീവിക്കുന്ന ഈ ജീവിതത്തിൽ അവസാനിക്കുന്നതല്ല രക്ഷയുടെ അനുഗ്രഹം. രക്ഷ ആത്യന്തികമായി യേശുക്രിസ്തുവിൻ്റെ തേജസ്സോട് അനുരൂപരാകുവാൻ തേജസ്കരണമാണ് രക്ഷയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതാണ് തെസ്സലോനിക്കർക്ക് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 2 തെസ്സലോനി 2:14, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനാണ്, തേജസ്കരണമാണ് രക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. അതാണ് രക്ഷാപൂർത്തി. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ നമ്മളെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒന്ന് മുൻകരുതിയിരിക്കുന്നു. ഈ രക്ഷയുടെ ഈ 3 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ബോധവാന്മാരായിരിക്കണം. അങ്ങനെയെങ്കിൽ പല ദുരുപദേശങ്ങളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകുവാൻ കഴിയും. 1-ാമത്തെ ഘട്ടം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അഥവാ നീതീകരണം. ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. ന്യായീകരിക്കുകയല്ല, നമ്മളെ നീതീകരിക്കുകയാണ്. ഗോഡ് ഹാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് അവേ അവർ സിൻസ്. നമ്മുടെ പാപങ്ങളൊന്നും വിശദീകരിച്ച് ഇന്ന സാഹചര്യം കൊണ്ട്, നമുക്കറിയാമല്ലോ കോടതി ചിലപ്പോൾ തെറ്റ് ചെയ്തു, പക്ഷെ തെറ്റ് ചെയ്ത സാഹചര്യം എന്താണെന്നുള്ള വിലയിരുത്തി ചിലപ്പോൾ കുറ്റക്കാരനെ മോചിപ്പിച്ചെന്ന് വരാം. അവൻ ആ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ കൊല്ലപ്പെടാമായിരുന്നു. അവൻ കൊല്ലപ്പെടുന്നതിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. ആ സാഹചര്യം വിലയിരുത്തി അവൻ്റെ തെറ്റിനെ വെള്ളപൂശി ന്യായീകരിക്കുന്നു. അത് ചിലപ്പോഴൊക്കെ അത് നീതിയായ നടപടി തന്നെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളുടെ ആരുടെയും പാപം അങ്ങനെ ന്യായീകരിക്കുകയല്ല, നമ്മളെ നീതീകരിക്കുന്നു. നമ്മുടെ പാപത്തിന് ദൈവനീതി നിയമിച്ച മുഴുവൻ ശിക്ഷയും, നമ്മുടെ പാപത്തിൻ്റെ കുറ്റം യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി കർത്താവ് അതിന് ന്യായമായി ദൈവനീതി വിധിച്ച മുഴുവൻ ശിക്ഷയും അതിൻ്റെ തികവിൽ അനുഭവിച്ച് നമുക്ക് രക്ഷയ്ക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നു. അവൻ നമുക്ക് പകരക്കാരനായി തീർന്നു. അവൻ നമുക്ക് മറുവിലയായി തീർന്നു. അതുകൊണ്ടാണ് രക്ഷയുടെ 1-ാമത്തെ ഘട്ടത്തെ വിശദീകരിക്കുവാൻ തിരുവെഴുത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, 1-ാമത് വിശുദ്ധ തിരുവെഴുത്ത് പാപം എന്ന പ്രശ്നത്തെ ദൈവം കൈകാര്യം ചെയ്ത വിധം വിശദീകരിക്കുവാനായി പ്രധാനമായും 7 പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. രക്ഷയുടെ 1-ാമത്തെ ഘട്ടത്തിൽ ദൈവം നമ്മളെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ പാപത്തിന് പരിഹാരം വരുത്തി. 3 പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. 4 പാപത്തിന് നീക്കുപോക്കുണ്ടാക്കി, നമ്മുടെ പാപം പോക്കി. 5 നമ്മുടെ പാപം മായിച്ചു കളഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപം മായിച്ചു കളഞ്ഞു. 6 പാപത്തിൽ നിന്ന് നമ്മെ വില കൊടുത്തു വീണ്ടെടുത്തു. 7 യേശുക്രിസ്തു നീതിമാനായവൻ നമുക്ക് പകരം മറുവിലയായി. ഈ 7 പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. പാപത്തെ എൻ്റെ കർത്താവ് അതിൻ്റെ ഗൗരവത്തിൽ കണക്കിട്ട് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. പാപപരിഹാരം, പാപത്തിന് പ്രായശ്ചിത്തം, പാപത്തിന് നീക്കുപോക്ക്. ഇതാണ് രക്ഷയുടെ 1-ാമത്തെ ഘട്ടം. യേശുവിൻ്റെ മരണം എൻ്റെ മരണമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപപരിഹാരത്തിനായി കർത്താവിൽ ശരണപ്പെടുന്ന ഒരുവൻ, സ്തോത്രം, അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, He died the legal death with Christ. അതിനെ സംബന്ധിച്ച് ചില ധാരണ പിശകുകളും തെറ്റായ ചില ചിന്തകളും പല എഴുത്തുകാരിൽ നിന്ന് പോലും ശ്രദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് ചില വാക്കുകൾ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ചില ആളുകൾ ഇങ്ങനെ പറയുന്നു,
ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യവർഗം മുഴുവൻ ആദാമിൽ ഉൾപ്പെട്ടിരുന്നതുകൊണ്ട് അവരെല്ലാം ആ പാപത്തിൽ പങ്കാളികളായിരുന്നു. ഇത് ശരിയാണ്. അതെ, കാരണം ആദാമിൽ നിന്നാണ് ദൈവം ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ അവനെ സൃഷ്ടിക്കുകയല്ല, പിന്നെ ആദാമിൽ മനുഷ്യകുലത്തെ മുഴുവൻ ഒരുമിച്ച് സൃഷ്ടിക്കുകയായിരുന്നു. ഒരുമിച്ച് സൃഷ്ടിച്ചിട്ട് ദൈവം ഓരോരുത്തരും ജനിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന സമയഘട്ടത്തിലും കാലഘട്ടത്തിലും കുടുംബത്തിലും ദേശത്തിലും ദൈവം നിയമിച്ച മാതാപിതാക്കന്മാരാൽ അവൻ ജന്മം കൊള്ളുവാൻ ദൈവം അവന് അനുവദിക്കുകയാണ്. അപ്പോൾ അവൻ ആദാമിൽ, നമ്മളെല്ലാവരും ആദാമിൽ ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അബ്രഹാം മിൽക്കീസേദെക്ക് എന്ന ആ ശ്രേഷ്ഠ പുരോഹിതനെ എതിരേൽക്കുമ്പോൾ ലേവി, അബ്രഹാമിൻ്റെ വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ചവനാണ് ലേവി. ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു, ലേവി അവനിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതെ, ആദാമിൽ നമ്മൾ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ഒരു സാദൃശ്യമായി എടുത്തിട്ട് ചിലർ വിശദീകരിക്കുന്നത്, യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിലുണ്ടായിരുന്നു. ആ നിഗമനം ശരിയല്ല. യേശു ക്രിസ്തു മരിച്ചപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും കുറ്റം കർത്താവ് സ്വമേധയാ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് പകരം മരിക്കുകയായിരുന്നു. അതാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ തിരുശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി തൻ്റെ ശരീരത്തിൽ പാപത്തിൻ്റെ കുറ്റം വഹിച്ചു. നമ്മുടെ പാപപ്രകൃതം കർത്താവിൻ്റെ പ്രകൃതത്തിൽ ഏറ്റെടുത്തില്ല. നമ്മുടെ പാപം എന്ന് പറയുന്നത് പാപപ്രകൃതമാണ് പ്രധാനമായും. കർത്താവ് ആ പാപപ്രകൃതം തന്നിലേക്ക് ഏറ്റെടുത്തില്ല. അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുത്തേക്ക് മാറ്റം വരുവാൻ കഴിയുന്നവനല്ല. അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പാപം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ പാപപ്രകൃതം ഏറ്റെടുത്തു എന്നല്ല, പാപത്തിൻ്റെ കുറ്റമേറ്റെടുത്തു. തെറ്റും കുറ്റവും നമുക്ക് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിയും. പാപത്തിൻ്റെ കുറ്റം കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. കുറ്റം ഏറ്റെടുത്തു. കർത്താവിൻ്റെ അകത്ത് പാപപ്രകൃതം കടന്നില്ല. അപ്പോൾ നോക്കണം, സകല മനുഷ്യവർഗത്തിനെയും പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുത്തെങ്കിലും സകല മനുഷ്യവർഗവും അവനിൽ അപ്പോൾ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ കുറ്റം കർത്താവ് ഏറ്റെടുത്ത് സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ആ പാപത്തിൻ്റെ കുറ്റം പരിഹരിച്ചു. പാപമെന്ന പ്രശ്നത്തിന് പ്രായശ്ചിത്തം വരുത്തി. പാപം പരിഹരിച്ചു. പാപമെന്ന ഗുരുതരമായ പ്രശ്നത്തിന് നീക്കുപോക്കുണ്ടാക്കി. സ്തോത്രം. അപ്പോൾ കർത്താവ് ക്രൂശിന്മേൽ മരിച്ചപ്പോൾ മനുഷ്യവർഗം മുഴുവൻ അവനിലുണ്ടായിരുന്നു എന്ന് ആരും ചിന്തിക്കരുത്. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തിൻ്റെ കുറ്റം കർത്താവ് തൻ്റെ മേൽ ഏറ്റെടുത്ത് അതിന് തൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്താൽ മുഴുവൻ പരിഹാരവും പൂർണ്ണമായി വരുത്തി. സ്തോത്രം. എന്നാൽ ഓരോരുത്തൻ അവനവൻ്റെ അവസരം വരുമ്പോൾ അവന് ജീവിക്കുവാൻ ദൈവം നിയമിച്ചു കൊടുത്തിരിക്കുന്ന സമയഘട്ടത്തിൽ അവൻ പാപിയാണെന്നുള്ള സത്യം ബോധ്യപ്പെട്ട് അവൻ പാപിയാണെന്ന് ദൈവം മുമ്പിൽ ഏറ്റുപറഞ്ഞ് നുറുങ്ങിയ മനസ്സോടെയും തകർന്ന ഹൃദയത്തോടെയും അവൻ ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തോടെ, യേശുവിൻ്റെ മരണം എൻ്റെ മരണമാണ്, ഞാൻ പാപിയും നഷ്ടപ്പെട്ടവനുമാണ്, എൻ്റെ ഒരു സൽക്കർമ്മം കൊണ്ടും എൻ്റെ ഒരു പൈതൃകം കൊണ്ടും എൻ്റെ ഒരു തീർത്ഥാടനമോ എന്തെങ്കിലും പുണ്യപ്രവൃത്തിയോ കൊണ്ടൊന്നും എൻ്റെ പാപം പരിഹരിക്കപ്പെടുകയില്ല. എനിക്ക് പകരക്കാരനായി എന്നെ സ്നേഹിച്ച എൻ്റെ സൃഷ്ടാവും എൻ്റെ ഉടമസ്ഥനും എൻ്റെ പിതാവുമായ എൻ്റെ സ്വർഗീയ കർത്താവ് എനിക്ക് പകരമായി എൻ്റെ പാപത്തിൻ്റെ കുറ്റമേറ്റെടുത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു. അതേ, യേശു മരിക്കുവാൻ ആവശ്യമില്ലായിരുന്നു. അവൻ അവിടുന്ന് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ കുറ്റമേറ്റുകൊണ്ടാണ്. അതേ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിക്കുകയായിരുന്നു. യേശുവിൻ്റെ മരണം എൻ്റെ മരണം തന്നെ എന്ന് അവന് ഹൃദയപൂർവ്വം വിശ്വസിച്ച് വായ് കൊണ്ടത് ഏറ്റുപറഞ്ഞ് ആ മരണത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയായ വിശ്വാസാനന്തരമുള്ള ജലസ്നാനത്തിൽ അവൻ്റെ ആ വിശ്വാസത്തിൻ്റെ പരസ്യ സാക്ഷ്യം വെളിപ്പെടുത്തി.
അവനൊരു പുതിയ സൃഷ്ടി എന്ന പോലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനെ ധരിച്ച് അവനിൽ മറഞ്ഞ് അവനോടുകൂടെ ഞാനൊരു പുതിയ സൃഷ്ടിയായി ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹൃദയപൂർവ്വം അംഗീകരിക്കുമ്പോൾ ഹി ഡൈസ് ലീഗലി. അവൻ ദൈവനീതിയുടെ മുമ്പിൽ അവൻ നിയമപരമായി മരിക്കുകയാണ്. ഹി ഡൈസ് ദ ലീഗൽ ഡെത്ത്. അവൻ നിയമപരമായ ആ മരണത്തിന് വിധേയപ്പെടുകയാണ്. അവൻ അക്ഷരാർത്ഥത്തിൽ മരിക്കുന്നില്ല, പക്ഷേ ദൈവ മുമ്പിൽ അവൻ നിയമപരമായി മരിച്ചതായി. കാര്യം യേശുവിന് മരിക്കാൻ ആവശ്യമില്ല. പക്ഷേ യേശു ഇവൻ്റെ പാപത്തിൻ്റെ കുറ്റം ചുമന്നുകൊണ്ട് മരിച്ചപ്പോൾ ആ യേശുവിൻ്റെ മരണം ഇവൻ്റെ മരണമെന്ന് അംഗീകരിച്ചു കൊള്ളുവാൻ യേശു അവൻ അവസരം കൊടുത്തിരിക്കുമ്പോൾ, യേശു അവനെ അതിനായി ക്ഷണിക്കുമ്പോൾ, വിശ്വാസത്താൽ യേശുവിൻ്റെ മരണം ഇവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിലെന്നും യേശുവിൻ്റെ മരണം ഇവൻ്റെ തന്നെ മരണമെന്നും അവരംഗീകരിക്കുക. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള നീക്കമില്ലാത്ത ദൈവനീതിയുടെ മുൻപാകെ ഇവൻ മരണത്തിന് വിധിക്കപ്പെട്ടവരായി നിൽക്കുന്ന ഇവൻ്റെ മേൽ സ്തോത്രം, ഇവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ മരണം ഇവൻ്റെ മരണമായി ദൈവം അംഗീകരിച്ചു. അവൻ നിയമപരമായി മരിച്ചു. ലീഗൽ ഡെത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവൻ ലീഗൽ ഡെത്താണ്. നിയമപരമായി അവൻ മരിച്ചതിന് തുല്യം തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്നു. സോ അങ്ങനെ ഓരോരുത്തൻ വിശ്വാസത്താൽ യേശുവിൻ്റെ മരണം തൻ്റെ മരണമെന്ന് അംഗീകരിക്കുമ്പോഴാണ് അവൻ യേശുവിനോടുകൂടെ മരിച്ചു എന്ന ആ അനുഭവത്തിൽ വരുന്നത്. അല്ലാതെ യേശു മരിച്ചപ്പോൾ സകല മനുഷ്യവർഗവും അവനിലുണ്ടായിരുന്നു എന്ന് ആരോപിക്കുന്നത് ശരിയാവുകയില്ല. നോക്കണേ സ്തോത്രം, അങ്ങനെ യേശുവിൽ അവനൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. സ്തോത്രം. അതുകൊണ്ട് യൂണിവേഴ്സൽ സാൽവേഷൻ തിയറി എന്ന് പറഞ്ഞ് സാർവലൗകിക രക്ഷാസിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരുവൻ പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപികളായെങ്കിൽ, ഒരുവൻ ദൈവനീതി നിവർത്തിച്ചപ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കായി അങ്ങ് നീതീകരിക്കപ്പെടുന്നു. പിന്നെ അവനവൻ്റെ മതങ്ങൾ നിയമിക്കുന്ന സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി. ഇങ്ങനെ പറയുന്നവരുണ്ട്. അത് ശരിയല്ല. അത് യൂണിവേഴ്സൽ സാൽവേഷൻ തിയറിയാണ്. അത് നിരുത്തരവാദപരമായൊരു നിലപാടാണ്. നാം ഓരോരുത്തരും പാപം ചെയ്യുന്നതിന് നാം ഉത്തരവാദികളാണ്. പാപപ്രകൃതം നമ്മളിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മറക്കരുത്, ദൈവം നമ്മളിൽ മനസാക്ഷി നിയമിച്ചിട്ടുണ്ട്, തീരുമാനശേഷി നിയമിച്ചിട്ടുണ്ട്. മനസാക്ഷിയുടെ വിലയിരുത്തലിനെ അംഗീകരിച്ച് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും. എന്നാൽ നാം ബലഹീനരായതുകൊണ്ട് നമ്മൾ അറിയാതെ തെറ്റിൽ തുടരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം പാപത്തിൽ മുഴുകുകയാണ്. പാപത്തിൽ നമ്മളെ ഏൽപ്പിച്ചു, തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു എന്ന് തിരുവെഴുത്ത് പറയുന്നത്. നോക്കണേ, അങ്ങനെ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവൻ്റെ പാപപ്രവൃത്തികൾക്ക് അവൻ ഉത്തരവാദിയാണ്. അവൻ ഉത്തരവാദിയായതുകൊണ്ട് യേശു പാപിക്ക് പകരക്കാരനായി ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ അവൻ ഉത്തരവാദിത്വത്തോടെ അത് അംഗീകരിക്കുവാൻ അവന് ചുമതലയുണ്ട്. അത് യേശു സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ കുറ്റം വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പ്രായശ്ചിത്ത ബലിമരണം വരിച്ചപ്പോൾ, സ്തോത്രം, നോക്കണേ, സകല മനുഷ്യരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടിരുന്നതിനാൽ സകല മനുഷ്യർക്കും ആ മരണത്തിൽ ഉത്തരവാദിത്വമുണ്ട്, പങ്കാളിത്തമുണ്ട്. ആ മരണത്തിൽ പങ്കാളിത്തമുണ്ട്. തങ്ങളുടെ പാപത്തിൻ്റെ കുറ്റമാണ് അവനെ ക്രൂശിക്കുവാനിടയാക്കിയത്. സ്തോത്രം. അതുകൊണ്ട് ഓരോരുത്തരും വിശ്വസിക്കുമ്പോൾ യേശുവിൻ്റെ മരണം തൻ്റെ മരണമെന്ന് അവൻ്റെ പേരിൽ ദൈവം അംഗീകരിക്കുക. ദാറ്റ്സ് ദ ലീഗൽ ഡെത്ത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. നമ്മളത് കണ്ട റോമാലേഖനം 6:7 അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ദൈവനീതി അവൻ്റെ മേൽ വിധിച്ച ആ ശിക്ഷാവിധി അവനിൽ നിവർത്തിക്കപ്പെട്ടു. അവൻ മോചിതനായിരിക്കുന്നു. സ്തോത്രം. ഇതാണ് രക്ഷാപദ്ധതിയുടെ ഒന്നാമത്തെ ഘട്ടം. അങ്ങനെ അവൻ നീതീകരിക്കപ്പെടുകയാണ്. അവൻ ന്യായീകരിക്കപ്പെടുകയല്ല, അവൻ നീതീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. അവൻ്റെ കുറ്റം കർത്താവ് തൻ്റെ മേൽ ഏറ്റെടുത്ത് അവന് പരിഹാരം വരുത്തിയത് അവൻ അംഗീകരിച്ചതിനാൽ, സ്തോത്രം, അവൻ മരിച്ചതിന് തുല്യം ദൈവം അംഗീകരിക്കുന്നു. സ്തോത്രം. ഈ രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം അത് അത്ര അങ്ങ് ലളിതമായി കണക്കാക്കാനുള്ളതല്ല. അതൊരു വില കൊടുക്കേണ്ടതാണ്. തന്നെത്താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊച്ചു കാര്യമാണോ സഹോദരങ്ങളെ? അതൊരിക്കലും ഒരു കൊച്ചു കാര്യമല്ല. അത് നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങൾ നമ്മൾ അടിയറ വെക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഞാൻ മരിച്ചു, ക്രിസ്തുവിനോട് മരിച്ചു. ഞാൻ അടക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാനിതാ ക്രിസ്തുവിനെ ധരിച്ച് ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണം വരിക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമാണോ സഹോദരങ്ങളെ? അതൊരു കൊച്ചു കാര്യമല്ല. ഇത്ര ഗൗരവത്തോടുകൂടി അതിനെ കാണാൻ. ഇത് രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടമാണ്. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതുമായ ഘട്ടങ്ങൾ രക്ഷയ്ക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സൗരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും, പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചു. ഇത് ഗൗരവമായി നിങ്ങൾ എടുത്തു. നാം വിശ്വസിച്ച സമയത്ത് രക്ഷാപൂർത്തി അടുത്തിരിക്കുന്നു. രക്ഷാപൂർത്തി അടുത്തിരിക്കുന്നവൾ രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെ ഘട്ടം നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ ഘട്ടം അത് ഗൗരവമുള്ളതാണ്. അതിനെ ലാഘവത്തോടെ കാണരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ലോകത്തിൽ പാപപരിഹാരത്തിന് ഫലകരമായ ഇങ്ങനെ ഒരു രക്ഷാമാർഗം രണ്ടാമതൊരു മതവും നിർദ്ദേശിക്കുന്നില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട മറ്റൊരു രക്ഷാമാർഗവുമില്ല. നിങ്ങളുടെ പാപത്തിൻ്റെ കുറ്റം ചുമന്നുകൊണ്ട് നിങ്ങൾ നിരാശരായി കഴിയേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ ശിക്ഷ സഹിച്ച് നിങ്ങളെ മോചനത്തിനായി ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് അത് പൂർണ്ണമായും അംഗീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാപമെന്ന പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിന്നപ്പോൾ ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പാപത്തിന് കുറ്റമേറ്റ് ഞങ്ങൾക്ക് പകരം അങ്ങ് മരിച്ച്, കർത്താവേ, ഞങ്ങൾ ആ മരണത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് അവസരം തന്ന് അങ്ങനെ നിയമപരമായി ഞങ്ങൾ മരിച്ചതിന് തുല്യം തിരുമേനി ഞങ്ങളെ അംഗീകരിച്ച് അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ സ്വീകരിച്ച സ്നേഹത്തിനായി സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളിൽ ആരെങ്കിലും ഈ രക്ഷയുടെ അപൂർണമായ ബോധപൂർവമായ അംഗീകാരം അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ തിരുമേനി എൻ്റെ സഹോദരങ്ങളെ, അങ്ങയുടെ പ്രിയ മക്കളെ അതിലേക്ക് നടത്തണം. കഷ്ടകരമായൊരു സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ സമൂഹം കടന്നു പോകുന്നു. ഈ രോഗപീഠയുടെ നടുവിൽ വലയുന്നവരുണ്ട്. ഞങ്ങളുടെ ദയയുണ്ടാകണം. സ്വന്തം പുത്രനെ ആദരിയാതെ അടിയങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന കർത്താവെ, അങ്ങയോടുകൂടെ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. രോഗസൗഖ്യവും പ്രശ്നപരിഹാരവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഉദ്ധരിക്കണം, മനസ്സലിയണം, മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ.